മോദി വരുന്നതിന് മുമ്പ് അസാധ്യമായ എന്തെല്ലാം നടന്നു. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, നമ്മൾ ഈ 2014 മുമ്പ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയി തീവണ്ടി കയറുന്നവരാണ്. 2014 മുമ്പ് നമ്മളൊരു തീവണ്ടി സ്റ്റേഷനിൽ പോയി ആദ്യം മൂക്കുവത്തു. അത്ര മാലിന്യങ്ങളായിരുന്നു. തീവണ്ടി കയറിയാൽ നമ്മൾ ആദ്യം ജനലടയ്ക്കും. കാരണം അതിന്റെ ട്രാക്ക് മുഴുവൻ മനുഷ്യ വിസർജ്യമായിരുന്നു. സർ, 99% തീവണ്ടികളും ബയോ ടോയ്ലറ്റായി. ഇന്ത്യയെ പോലൊരു സ്റ്റേറ്റിൽ ഇത്രയും ദീർഘമായിട്ടുള്ള ഇത്രയും ട്രെയിനുകളുള്ള 99%. ഇനി 1% പാസഞ്ചർ തീവണ്ടികളിൽ മാത്രമേ ബാക്കിയുള്ളൂ. അസാധ്യമായ പലതും എനിക്ക് തോന്നുന്നില്ല, അസാധ്യമായ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. മോദി വരുമ്പോൾ നമ്മുടെ ടെലികോം എല്ലാ BSNLന്റെ സ്ഥലങ്ങളും ജപ്തിയിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് വലിയ സമരമായിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ അത്ര കടത്തിലായിരുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ട് അത് കയറി വന്നില്ലേ. മോദി സർക്കാർ വരുമ്പോൾ ഇൻഷുറൻസ് സെക്ടർ എന്തായിരുന്നു? വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇവിടെ ഇൻഷുറൻസ് ജീവനക്കാർ മുഴുവൻ സമരത്തിലായിരുന്നു. കാരണം പ്രൈവറ്റൈസേഷൻ വരുന്നു, തകരുന്നു പറഞ്ഞിട്ട്. ഇന്ന് LIC എന്താണ്? രാഹുൽ ഗാന്ധി പറയുകയാണ് LIC എല്ലാം അദാനിക്ക് കൊടുത്തു. വെറും 6% മാത്രമാണ് പ്രൈവറ്റ് ഇത് പിന്നെ അദാനിക്ക് കൊടുത്തുള്ളൂ. 20% പിന്നെ SBI കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ. ഇന്ന് LIC ലാഭത്തിലായി. ഞാൻ പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് മോദി വരുമ്പോൾ എന്തായിരുന്നു? വളരെ ദയനീയമായിരുന്നു. ഇന്നത് വലിയൊരു പ്രോമിസിംഗ് ബിസിനസ് ആയിട്ട് മാറി. ഇതുപോലെയെല്ലാം കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അസാധ്യമെന്ന് വിചാരിക്കുന്ന പലതും നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവർത്തനമാണ് ഇവിടെ വേണ്ടത്.